മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. പാലക്ക് ചേർത്തിട്ടുള്ള റെസിപ്പിയാണ്. ദാൽ പാലക്കാണ് തയ്യാറാക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് ദാൽ കഴുകിയെടുത്തിട്ടുണ്ട്. ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ ചുവന്ന പരിപ്പാണ്. നമുക്ക് തുവരപ്പരിപ്പ് വേണേലും ഇതിലേക്ക് തയ്യാറാക്കാം. നമ്മൾ സാമ്പാറിന് എടുക്കുന്ന പരിപ്പ് അത് വേണേലും എടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു തക്കാളി ഇതുപോലെ 4ആയിട്ട് മുറിച്ച് ചേർക്കുന്നുണ്ട്. വലിയ കഷ്ണമായിട്ട് തന്നെയാണ് മുറിച്ചിടുന്നത്. ഇനി ഇതിലേക്ക് 2 വെളുത്തുള്ളി അല്ലിയും കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളകൊന്ന് സ്ലിറ്റ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർക്കുന്നുണ്ട്. ഒന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം കുറച്ചും കൂടി വെള്ളം ഇതിലേക്ക് ചേർത്തിട്ട് കുക്കർ അടച്ച് ഒരു വിസിൽ വന്നാൽ മതി. അപ്പോഴേക്കും തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. പരിപ്പ് വേകുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ളൊരു മസാല തയ്യാറാക്കാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗീയും കൂടി ചേർത്ത് കൊടുക്കാം. ഗീ ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഗീ ചേർക്കണ്ട, അല്ലെങ്കിൽ ഗീ മാത്രമായിട്ടാണെങ്കിലും ചേർക്കാം, ഓയിൽ മാത്രമാണെങ്കിലും ചേർക്കാം. ഗീയും കൂടി ചേർക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ചേർത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ജീരകം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേനും ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ചേർക്കാനായിട്ട് 3 വെളുത്തുള്ളിയിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തതാണ്. വെളുത്തുള്ളി ഒന്ന് വാടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അത് നല്ലതായിട്ട് ട്രാൻസ്പെറൻ്റ് ആയി വന്നു. ഈ ഒരു പാകത്തിനായാൽ മതി. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ഞാൻ 3 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ജീരകം ഇട്ട് പൊട്ടിച്ച് കഴിയുമ്പം വെളുത്തുള്ളി ചേർക്കുന്നതിന് മുമ്പായിട്ട് ഇട്ട് കൊടുത്താലും മതി. ഞാൻ അന്നേരം ഇട്ട് കൊടുക്കാൻ മറന്നുപോയതാണ്. ലാസ്റ്റ് നമ്മളിതിലേക്ക് താളിച്ച് ചേർക്കുന്നുണ്ട്. ആ സമയത്ത് മുളക് ചേർത്താലും മതി. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാലക്ക് ചേർത്ത് കൊടുക്കാം. 200 ഗ്രാമോളം പാലക്ക് ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇതുപോലെ റഫായിട്ടാണ് ചോപ്പ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 2 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. നമ്മൾ അടച്ചു വെച്ചിട്ട് 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനിത് തുറന്ന് നോക്കാം. ഇപ്പം ഈ പാലക്കൊക്കെ ഒന്ന് വാടി അതിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ ഒന്ന് കുറഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് എത്ര പാലക്കിട്ടാലും അതൊന്ന് വെന്ത് വരുമ്പം ഇതുപോലെ കുറച്ച് മാത്രമേ കാണുള്ളൂ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പരിപ്പാണ് ചേർക്കാനുള്ളത്. നമ്മൾ കുക്കറൊന്ന് തുറന്ന് നോക്കാം. പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ വെള്ളമൊക്കെ കുറഞ്ഞ് ഒന്ന് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഞാനിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പരിപ്പ് ആദ്യം ഒന്ന് ഉടച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് അല്പം കൂടെ വെള്ളം ചേർത്ത് ഇതൊന്ന് ലൂസാക്കി എടുക്കാം. നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും ചൂടുവെള്ളം വേണം ചേർക്കാനായിട്ട്. വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മളിതിൻ്റെ ആവശ്യം അനുസരിച്ച് പാകത്തിനുള്ള വെള്ളം വേണം ചേർക്കാനായിട്ട്. ഒരുപാട് ലൂസായി പോകരുത്. ഇനി നമുക്ക് തക്കാളി വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടത് കൊണ്ട് തന്നെ അതിൻ്റെ സ്കിന്ന് നമുക്കിതിൽ നിന്ന് ഈസി ആയിട്ട് എടുത്ത് മാറ്റാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ആ തക്കാളിയുടെ 4 പീസാണ് നമ്മൾ ഇട്ടത്. അപ്പോൾ ആ 4 സ്കിന്ന് ഇതുപോലെ ഒന്ന് എടുത്ത് മാറ്റാം. പരിപ്പ് വേവിച്ചെടുത്തത് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന പാലക്കിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഇളക്കി യോജിപ്പിക്കാം. ആ കുക്കറിലേക്ക് ഒരല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളം വേണം ചേർക്കാനായിട്ട്. വെള്ളം ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പം പാകത്തിനുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉള്ളത്. ഒരുപാട് തിക്കാണെന്ന് തോന്നുകയാണെങ്കിൽ അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ പരിപ്പായതുകൊണ്ട് ഇത് ഇരിക്കുന്നോറും കുറച്ചും കൂടി കറി തിക്കായിട്ട് വരും. ഇനി ഇതിന് ഉപ്പ് പാകമാണോ എന്ന് നോക്കുക. ആവശ്യമുണ്ടെങ്കിൽ അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ ചേർത്തിട്ടുള്ള ഉപ്പ് ഇതിന് പാകമായിരുന്നു, അതുകൊണ്ട് വേറെ ചേർക്കുന്നില്ല. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ ദാൽ പാലക്ക് കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് താളിച്ച് ചേർക്കാം. ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുക്കാം. ഗീ ഇഷ്ടമില്ലാത്തവർക്ക് ഓയിൽ ചേർത്താലും മതി. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. 2-3 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം.
ഇതിലേക്ക് അല്പം കായം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണോളം കായപ്പൊടിയാണ് ചേർക്കുന്നത്. കായപ്പൊടി നിർബന്ധമില്ല, അത് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് മാത്രം ചേർത്താൽ മതി. ഇതിലേക്ക് 1 ടീസ്പൂൺ കസൂരി മെത്തിയും കൂടി ചേർത്ത് കൊടുക്കാം. കസൂരി മെത്തി ചേർക്കുമ്പോഴാണ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഞാനിപ്പോൾ ഇതൊക്കെ ചേർക്കുന്നത് സ്റ്റവ് ഓഫ് ചെയ്തിട്ടാണ്. ഈ എണ്ണയുടെ ചൂടുകൊണ്ട് തന്നെ ഇതൊക്കെ നന്നായി മൂത്ത് കിട്ടും. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്തിട്ടുള്ളത് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. കറിക്ക് നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതും കൂടി ചേർത്തിട്ടുള്ളത്. മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് വേണം ചേർക്കാനായിട്ട്, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ദാൽ പാലക്ക് കറി നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് പറ്റിയ നല്ലൊരു കറിയാണ്. നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ. അതുപോലെ അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. ഇന്നത്തെ ദാൽ പാലക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.